ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ കുറച്ച് വൈകി എണീക്കാനായിട്ട് സാധാരണ നേരത്തെ തന്നെ എണീക്കാറ്, എന്നാലും ഇന്ന് അതിലേറെ കുറച്ചും കൂടെ വൈകിപ്പോയി. ആദ്യം എണീപ്പിച്ചിട്ടാണ് ഞങ്ങൾ എണീറ്റത് കേട്ടോ. അപ്പം നമുക്ക് പതുക്കെ ഓരോ കാര്യങ്ങളിലേക്ക് പോവാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കാറൊന്നുമില്ല. ഇന്നിപ്പോൾ ആദ്യമൊന്നും കഴിക്കാറില്ല. അവൻ നല്ല വാശിയാണ് കണ്ടോ. അവന് കോക്കോമെലൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല വാശിയാണ്. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പം നമുക്ക് ബ്രഷ് ചെയ്യാം. രാവിലെ ആദ്യം അതാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഞാനിതെടുക്കാം. നമ്മളിവിടെ റൂം ഷെയറിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ആൾക്കാരുടെ കിച്ചൺ ഏരിയ ആണ്. നമുക്ക് ചെറിയൊരു ഏരിയ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഏരിയ. എന്താ വേണ്ട നമ്മുടെ പുറത്തേക്കുള്ളൊരു വ്യൂ. നമ്മൾ ഈ വെള്ളം വാഷ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. കുടിക്കാനൊക്കെ നമ്മൾ വെള്ളം വാങ്ങിക്കുക ചെയ്യുക. അത് റൂമിലാണ് വെക്കുക. അപ്പോൾ അവിടെ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഞാൻ ചായ വെക്കാറ്. ഇതപ്പോൾ നമ്മുടെ പാല് കഴിഞ്ഞു. ലാസ്റ്റ് ഭാഗമായിരുന്നു. നമ്മൾ പാല് വാങ്ങിക്കണം. കഴിഞ്ഞ പിന്നൊക്കെ അവിടെ ആയിരിക്കും. നമ്മളങ്ങനെ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ ഫുൾ പുറത്തുനിന്നായിരിക്കും. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് പകുതി പുറത്തുനിന്നായിരിക്കും, പകുതി ഇവിടെ ആയിരിക്കും. രാവിലെ ഇപ്പം എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരിക്കുകയാണ്. രാവിലെ മിക്ക ദിവസങ്ങളിലും ദോശയാണ് ഉണ്ടാക്കാറ്. ദോശയും മുട്ടക്കറിയും. പിന്നെ എല്ലാച്ചെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാറാണ് പതിവ്. പിന്നെ ഈ വീട്ടിൽ ചായ മാത്രമേ ഏട്ടൻ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു ദോശയൊന്നും ഇല്ല കേട്ടോ. ഒരു തട്ടിൽ കുട്ടി ദോശയാണ്. ഒക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിലത്തെ പോലെ എല്ലാ സാധനങ്ങളും ഞാൻ കൊടുന്നിട്ടില്ല. കുറച്ച് സാധനങ്ങൾ മാത്രം, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ കൊടുന്നിട്ടുള്ളൂ. ഒരു മാസത്തിനല്ലേ നമ്മൾ വന്നേക്കുന്നത്. പിന്നെ മിക്ക സമയത്തും പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അല്ലാതെ ശരിക്കും കാര്യമായിട്ടുള്ളൊരു കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അവിടെ വെറുതെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് എണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഒരു ഇത്തിരിയും കൂടി ടേസ്റ്റ് ഉണ്ടാവും. വെറുതെ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമില്ല. കുറച്ചധികം ഒന്നും വേണ്ട, ഒരു ഇത്തിരി എണ്ണ ഇങ്ങനെ തേച്ച് അതിൽ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്തിരിയും കൂടി ടേസ്റ്റ് ആയിട്ടാണ്. വലിയ ഇഷ്ടമൊന്നുമില്ല ഇവിടെ. ഏട്ടനായാലും ആദ്യക്കായാലും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രങ്ങളൊന്നും ഞാൻ കൊണ്ടുവരാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ ദോശ തന്നെ ഉണ്ടാക്കാറ് മെയിനായിട്ട്. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്. അതോടെ അടുത്ത ഞാൻ പറഞ്ഞല്ലോ ഷെയറിങ് വന്ന് അവരുടെ കയ്യിൽ അതിനുള്ള പാത്രം ഉണ്ട്. അപ്പോൾ ചില സമയത്ത് അത് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ദോശ കണ്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ. ഇന്നത്തെ ദോശ ചിലപ്പോൾ ആരും കണ്ടിട്ടേ ഉണ്ടാവില്ല. ചിലരൊക്കെ കഴിച്ചിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ദോശ ആവുന്ന സമയം കൊണ്ട് തന്നെ കറി ഉണ്ടാക്കാം കേട്ടോ. ചെറുതായിട്ട് സബോളയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചെറിയൊരു മുട്ടക്കറി. അപ്പം നമ്മുടെ ദോശ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ദോശ കണ്ടോ, കാണാൻ നല്ല രസമില്ലേ? കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ്. എന്നിട്ടാണ് നമ്മൾ സബോള
നുറുക്കിയെടുക്കണം കേട്ടോ. അപ്പം ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ അങ്ങോട്ട് അരിഞ്ഞിടും. പിന്നെ അതങ്ങനെ വലിച്ചു കൊടുക്കുക ചെയ്യാറ്. ഒരു സബോള മതി, കാരണം കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ രാവിലത്തേക്ക് മാത്രമായിട്ട്. അതും ഞാനാണ് കൂടുതൽ കഴിക്കാറുള്ളത്, കുറച്ചേ കഴിക്കാറുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ കുട്ടി തക്കാളിയാണ് കേട്ടോ വാങ്ങിക്കാറ്. എല്ലാ തരത്തിലുള്ള തക്കാളികളും കിട്ടും. ഞാൻ അങ്ങനെ ബോക്സ് ആയിട്ടുള്ള തക്കാളിയാണ് വാങ്ങിക്കാറ്. ഇത്രയേ നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട്. ഇവിടെ ആദ്യം ഭയങ്കര വാശിയാണ്, അതങ്ങനെ അച്ഛാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അച്ഛനാണെങ്കിൽ ഇന്ന് എൻ്റെ ക്യാമറമാനാണ്. അപ്പോൾ അവനാണെങ്കിൽ ഏത് സമയവും അച്ഛൻ കൂടെ വേണം. കാർട്ടൂണ് കാണുകയാണെങ്കിലും അച്ഛൻ കൂടെ വേണം, എപ്പോഴും അച്ഛൻ കൂടെ വേണം. അങ്ങനെയാണ് ഞാൻ വേണ്ട. അപ്പോൾ നമുക്ക് ഇങ്ങനെ അരിഞ്ഞ് കിട്ടും. ഇത്രേ വേണ്ടൂ. നമ്മൾ പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഇത് വഴറ്റിയെടുത്തിട്ട് അതിൽ ഞാൻ മുളകും പൊടി പച്ചമുളകൊന്നും ഇടാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ദുബായിലെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻഡിങ് ചിലപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ടൊക്കെ ആയിരിക്കും മിക്ക ദിവസങ്ങളിലും. വൈകുന്നേരം പുറത്ത് പോയിട്ട് പിന്നെ രാത്രിയായിട്ടും വരിക. പിന്നെ റൂമിലങ്ങനെ ഉണ്ടാവാറില്ല. ഒരു ഉച്ച കഴിഞ്ഞാൽ പിന്നെ റൂമിലങ്ങനെ ഉണ്ടാവാറില്ല. ഉച്ച വരെ ഉണ്ടാവാറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ പോവും. എങ്ങോട്ടെങ്കിലൊക്കെ ആയിട്ട് പോവും. നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ മാക്സിമം സ്ഥലങ്ങളിൽ പോവുക, അവിടെ എക്സ്പ്ലോർ ചെയ്യുക, അവിടെ എന്താ പറയുക ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മാസം കഴിഞ്ഞ് പോവുകയാണ്. ഇനി പിന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ടാണ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ ഇട്ട് വയ്ക്കാനായിട്ടൊരു ഇങ്ങനെ ബോക്സൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ അതിന് തന്നെ മറ്റേ ഒരു സിപ്പ് ടൈപ്പ് പാക്കിംഗ് ആണ് എല്ലാ സാധനങ്ങളും. അപ്പം നമ്മൾ ആവശ്യമുള്ള എടുത്തിട്ട് പിന്നെ അതങ്ങനെ സിപ്പ് ചെയ്തിട്ട് വെക്കും. അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു പാത്രത്തേക്ക് എടുത്തിട്ട് അങ്ങനെ കൊടുന്നിടാറാണ് ചെയ്യാറ് കേട്ടോ. ഞാൻ ഇവിടെ ഉള്ള കബോർഡിലൊന്നും സാധനങ്ങൾ വെക്കാറില്ല. ഇവിടെ കൂറയുടെ ശല്യമുണ്ട്. അപ്പം ഞാൻ എല്ലാ ഫുഡ് ഐറ്റംസും റൂമിൽ തന്നെ നമുക്കൊരു ഷെൽഫുണ്ട്, അവിടെയാണ് വെക്കാറ്. എന്നിട്ട് പിന്നെ ആവശ്യമുള്ളത് ഇവിടെ എടുത്ത് കൊടുന്ന് വെക്കും. അങ്ങനെ ചെയ്യാറ്. നമ്മൾ മുട്ട ഇങ്ങനെ ബോക്സ് ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ച് കൊടുന്ന് വെച്ചിരിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ഒരു മുട്ടയാണ് എടുക്കുന്നത്. ഒരു മുട്ട മതി. ഇപ്പം നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു കറിയാണ് ഉണ്ടാക്കാറ്. നമ്മുടെ വീട്ടിലത്തെ പോലെ രാവിലെ എഴുന്നേറ്റ് വേഗം ചോറും കറി ഉണ്ടാക്കുക, രാവിലെ ചായക്ക് വേഗം ഉണ്ടാക്കുക, അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാവാറില്ല കേട്ടോ. കഴിക്കാൻ എപ്പോഴാണ് ഇപ്പോൾ 12:30 കഴിക്കുക വെച്ചാൽ 12 മണിക്കാണ് നമ്മൾ കുക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ എന്താണെന്നറിയില്ല, നാട്ടിലത്തെ പോലെയല്ല, പെട്ടെന്ന് ഇവിടെ ഫുഡൊക്കെ ആവും. ഇപ്പോൾ ഇതാ ഞങ്ങൾ എഴുന്നേറ്റത് ഒരു 8:30 ഒക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണി ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ എല്ലാം റെഡിയായി. ഒരു അരമണിക്കൂർ വേണ്ടു ഇവിടെ കുക്ക് ചെയ്യാനായിട്ട്. എനിക്കെന്താ പെട്ടെന്നെല്ലാം ആവുന്ന പോലെ തോന്നുക. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 7 മണിക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാനാവുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എപ്പോഴാണ് വിശക്കുന്നത് ആ സമയം നോക്കി കുക്ക് ചെയ്യും. പെട്ടെന്നൊക്കെ ആവും ചെയ്യും. എന്താണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ ജോലികളുണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ ജോലി ഇതുപോലെ ഇവർക്ക് കഴിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ എത്ര ശ്രമിച്ചാലും അവർ കഴിക്കില്ല. ഭയങ്കര പണിയാണ്, ഒരുപാട് സമയം പിടിക്കുക അവരെ കഴിപ്പിക്കാനായിട്ട്. പിന്നെ ആദ്യം ഞാൻ കൊടുത്തു, ഏട്ടനും ഞാൻ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ അവർ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർ കളിക്കുകയായിരുന്നു. ഫുൾ ടൈം കളി തന്നെ ഉള്ളൂ. പിന്നെ ഞാനങ്ങനെ വാഷിങ്ങും അതുപോലെ തന്നെ അതിനെ കുളിപ്പിക്കുക, അതുപോലെ കഞ്ഞി ഉണ്ടാക്കുക. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഞ്ഞിയായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കിലായിപ്പോയി. അതിനെ ഫുഡ് കഴിപ്പിക്കലും അതുപോലെ തന്നെ അതിനെ കുളിപ്പിക്കലും അത് വലിയൊരു ടാസ്ക്കാണ്. ഏറ്റവും കൂടുതൽ സമയം എനിക്ക് ആവശ്യം വരുന്നത് അതിന്
തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവന് ഭയങ്കര വാശി, കുളി കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ്. അപ്പോൾ അവന് ഞങ്ങൾ സൈക്കിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് അവനായിട്ട് കളിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ അവൻ പറഞ്ഞു കഞ്ഞി വേണ്ടാന്ന്. നാട്ടിൽ നിന്ന് എപ്പോഴും കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, പക്ഷേ ഇവിടെ വന്നപ്പോൾ അവന് കഞ്ഞി വേണ്ട. അപ്പോൾ അവന് കഞ്ഞി വേണ്ട, ഫ്രൈഡ് റൈസ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവന് ഫ്രൈഡ് റൈസ് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛനും മോനും കൂടെ പോവുകയാണ്. എന്ത് സാധനം കൊടുത്താലും അത് വേണ്ട, വേറെ സാധനം വേണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ്. അവന് വയ്യ, അവന് കഫക്കെട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വാശിയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ അവൻ ഓക്കെ ആയിട്ട് മാറും. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അവൻ കഴിച്ചില്ല കേട്ടോ. അവന് കഴിക്കാൻ ഭയങ്കര മടിയാണ്. എനിക്ക് എന്താ പറയുക, അവ കഴിക്കാതിരിക്കുമ്പോഴും ഇതുപോലെ വാശി കാണിക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനും ഒരുതരം, എല്ലാ അമ്മമാർക്കും അറിയുന്നുണ്ടായിരിക്കും മക്കൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണല്ലോ. അതുപോലെ തന്നെയാണ് എനിക്ക് കേട്ടോ. അവൻ കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം മുഴുവൻ പോക്കാണ്. കാരണം അവന് ഭയങ്കര വാശിയായിരിക്കും, വിശപ്പും ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയുക വാശിയും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് അവൻ്റെ കഴിക്കാനുള്ള തത്രപ്പാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ. എങ്ങനെ പോണേ? ടാറ്റ പോകാറുണ്ടോ? അപ്പം നമ്മളിന്ന് അറ്റ്ലാന്റിസ് പോവാണ് കേട്ടോ. മറീന ബീച്ച്, മോണോറയിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് നല്ല തിരക്കായി പോയി. അത് റെഡി ആവുന്നൊന്നും എടുക്കാൻ പറ്റാതിരുന്ന ആദ്യം ഭയങ്കര വാശിയായിരുന്നു. ഒന്നാമത് അവന് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കൊടുത്തപ്പോൾ അത് കഴിക്കുന്നില്ല. അപ്പോൾ കഴിക്കാതിരുന്നപ്പോൾ കഴിപ്പിക്കാനുള്ള ശ്രമം ഒക്കെ കൂടെ ആയിട്ട് നല്ല വാശിയായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതിരുന്നത്. എന്തായാലും കുറച്ച് നേരം ഒരു 1.5 മണിക്കൂറിൻ്റെ വീഡിയോസ് മാത്രമേ ഇല്ലാതിരുന്നിട്ടുള്ളൂ കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടായിരിക്കും. ആദ്യയുടെ വാശി കാരണം കൊണ്ട് മാത്രമാണ് നമുക്കത് എടുക്കാൻ പറ്റാത്തത്. അവൻ എപ്പോഴും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് ക്യാമറ വേണം, അങ്ങനെയാണ്. അവന് കളിക്കണം, അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ്. ആദ്യം ക്യാമറ ഒന്നും അറിയണ്ടായില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവൻ സ്ഥിരം അത് കാണുന്നതുകൊണ്ട് അവനത് എന്താണെന്ന് മനസ്സിലായി. ഇവിടെ വന്നിട്ട് നമ്മൾ ഫുൾ ട്രാവലിങ് മെട്രോ ബസ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബുർജുമാൻ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ യാത്രകളും അവിടെ പോയുള്ള വിശേഷങ്ങളും ഒക്കെ കാണാം. മെട്രോ കയറി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു ബസ്സിൽ കയറണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ മോണോറെയിൽ സ്റ്റേഷനിലോട്ട് പോകുന്നത്. പിന്നെ മോണോറെയിലും കൂടെ കയറിയിട്ടാണ് നമ്മൾ അറ്റ്ലാന്റിസിലേക്ക് എത്തുന്നത് കേട്ടോ. ട്രാവലിങ് കുറച്ചധികം ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ബോറടിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ട്രെയിന് വഴിയൊക്കെയാണ് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ബോറടിക്കില്ല കേട്ടോ. അപ്പോൾ അവിടെ തന്നെ പോയപ്പോൾ നമ്മുടെ ട്രാമും കണ്ടായിരുന്നു കേട്ടോ. ട്രാം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മെട്രോ പോലെ തന്നെ റോട്ടിലൂടെ പോകുന്നതാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ കയറി കേട്ടോ. എല്ലാത്തിലും കയറി എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെയാണ് തിരിച്ചു വന്നത്. മോണോറെയിൽ കയറി അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിസിലേക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാം മുകളിൽ ഇരുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു എന്താ പറയുക ഒരു ഭംഗി അതിനുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ എല്ലാം നമുക്ക് ക്ലിയറായിട്ട് കാണാമല്ലോ. അപ്പോൾ അതിൻ്റേതായൊരു ഭംഗി അതിനുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ അറ്റ്ലാന്റിസിലോട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഇരുട്ടായി. രാത്രി ആയിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി റൂമിൽ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്കൊരിടം വരെ പോകാനുണ്ട്. ഇന്ന് ഫുൾ യാത്ര തന്നെയാണ് കേട്ടോ.
പോയി വന്നു. ഇപ്പോൾ സമയം 9 മണിയാവാനായിട്ടോ രാത്രി. ഇനി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ജുമേര ബീച്ച് റിസോർട്ടിൽ പോവാണ് കേട്ടോ. ഇനി അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് 3 ദിവസം. ബാഗൊക്കെ പാക്ക് ചെയ്തു. 3 ബാഗാണ് ഞങ്ങൾ കൊണ്ടുപോകണത്. അനിയന്മാരും പിന്നെ ഞാനും ഏട്ടനും ആദ്യം കൂടിയിട്ടാണ് കേട്ടോ പോണത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ലൊരു റിസോർട്ട് തന്നെയാണ്. സൊണ്ടർ ഹോളിഡേയ്സ് എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ്. അപ്പോൾ ആ റിസോർട്ടിൽ പോയി 3 ദിവസം സ്റ്റേ ചെയ്യുന്നതിൻ്റെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. റിസോർട്ടിൽ നമ്മുടെ റൂമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഞങ്ങളിപ്പോൾ വന്നിട്ട് ഏകദേശം 1 അരമണിക്കൂറായിട്ടുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ റൂം കാണാം. ഇപ്പോൾ രാത്രിയാണ്. ചിലപ്പം അത്രയൊരു ഭംഗിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവണം, എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. പിന്നെ നമുക്ക് രാവിലത്തെ വ്യൂ കാണാൻ അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് റൂം കാണാം. നല്ല ലക്ഷറി റിസോർട്ട് തന്നെയാണ് കേട്ടോ ഇത്. അടിപൊളി വൈബെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇതുപോലുള്ളൊരു റിസോർട്ടിൽ 3 ദിവസം സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളിവിടെ മൂന്നാറും അതുപോലെ തന്നെ ടൂർ പോകുമ്പോഴൊക്കെ നല്ല നല്ല ലക്ഷറി റിസോർട്ടുകളിൽ താമസിക്കാറുണ്ടെങ്കിലും ഇതുപോലെ ദുബായിലൊക്കെ പോയിട്ട് ഇത്തരത്തിലൊരു റിസോർട്ടിലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പെട്ടെന്ന് കിട്ടിയതാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ബാൽക്കണിയിലായാലും ബെഡ്റൂമിലായാലും ഒക്കെ ഇതിൻ്റെ വ്യൂ വരുന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ. അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. രാത്രിയുള്ള ഒരു സൈറ്റാണെങ്കിലും പകലായാലും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള 3 ഡേയ്സായിരുന്നു ഞങ്ങൾക്ക് ആ സൊണ്ടർ ഹോളിഡേയ്സിൽ കിട്ടിയത് കേട്ടോ. കിച്ചൺ ഏരിയ ഒക്കെ അടിപൊളിയാണ്. നമ്മളെപ്പോലെ വീട്ടിലിരിക്കുന്ന ആളുകൾക്കൊക്കെ കിച്ചൺ ആയിരിക്കുമല്ലോ നമ്മുടെ ഏത് സമയത്തുള്ള ഒരു ലോകം. അത് ഇതുപോലെ ഒരു അടിപൊളി കിച്ചണാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അടിപൊളി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും രസമായിരുന്നു കേട്ടോ. കിച്ചണിലത്തെ കിച്ചൺ മാത്രമല്ല, ബെഡ്റൂം ആയാലും ബാത്റൂം ആയാലും പോലും അടിപൊളിയായിരുന്നു. എന്നിട്ട് നമ്മുടെ ഒരു ബിഗ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.